സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും സുപ്രഭാതം. സുവർണം സമാപനം പരമ്പരയുടെ 6ാം ദിനത്തിൽ ഇന്ന് നളചരിതം ആട്ടക്കഥാരചിതാവ് ഉണ്ണായി വാര്യരുടെ സങ്കല്പ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിക്കുന്നതിനായിട്ട് കാവാലം നാരായണപ്പണിക്കർ സോപാനംസത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച ഗോപാൽജിയെ സാദരം തിരിതെളിയിക്കാനായി ക്ഷണിക്കുന്നു. സുവർണം സമാപനത്തിൻ്റെ പരമ്പരയിൽ പ്രഭാഷണത്തിൽ 2 വിഷയങ്ങളാണ് കേന്ദ്രീകരിച്ച് നമ്മൾ പ്രഭാഷണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നളകഥകളെ കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണ പരമ്പരയും ഒപ്പം തന്നെ ഈ നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായ വിവിധ സാംസ്കാരിക ഭൂമികകളെ അന്വേഷിച്ചുള്ള ഒരു പ്രയാണവുമാണ്. ആമുഖം ആവശ്യമില്ലാത്ത ഡോക്ടർ ജയന്തി ദേവരാജനാണ് കഥകളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ നാടിൻ്റെ സംസ്കൃതിയുടെ ഒരു രേഖാചിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അവരെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംഗമ ഭൂമിയുടെ സർവാധിപനായിട്ടുള്ള സാക്ഷാൽ ശ്രീ സംഗമേശ്വര സ്വാമികളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഇരിങ്ങാലക്കുടയുടെ മാഹാത്മ്യം എന്ന് ഞാൻ കരുതുന്നു. സാധാരണ പേപ്പർ പ്രസൻറ്റേഷനുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സ്വതവേ നടത്തുന്ന പേപ്പർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വിഷയമറിയണം, അത് പറഞ്ഞ് ഫലിപ്പിക്കാനും അറിയണം എന്നുള്ള 2 കാര്യമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇന്നത്തെ ഈ പ്രഭാഷണം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അതിന് ഒരു വൈകാരികതയുടെ വശം കൂടി എന്നുള്ളത് കൊണ്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു മുൻകൂർ ജാമ്യം കൂടി എടുക്കുന്നു. ഏതാണ്ട് 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു രമേശേട്ടൻ വിളിച്ചെന്നോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്. ഇത് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്നറിയാമെങ്കിലും ഇങ്ങനെ ഒന്ന് വേണമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉദ്ദേശം. ഒന്നെങ്കിൽ കാണുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും
ഒരു സംഘാടനം ഇങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് തന്നെ വലിയ സന്തോഷമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, രമേശ് ചേട്ടാ ഞാൻ ആയിക്കോളാം, ചെയ്യാം. കഥകളിയും ഇരിങ്ങാലക്കുടയും അല്ലേ. പക്ഷേ എന്തും ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ അത് മനസ്സിൽ കൊണ്ട് നടന്ന് അതിനെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറ്റുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ പലരെയും കണ്ട് സംസാരിച്ചു, കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു. പക്ഷേ ഈ ദിവസത്തോടടുക്കും തോറും എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം തീരെ നിസ്സാരമല്ല. കാരണം എന്തും അങ്ങനെയാണല്ലോ, നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു മുൻകൂർ ജാമ്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക അത് സംസ്കാരം കൊണ്ട് സമ്പന്നമായതുകൊണ്ട് തന്നെ ഒരൊറ്റ ഹെഡിങ്ങിൽ നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അത് കഥകളി, കൂടിയാട്ടം, മറ്റ് പല കലകൾ എന്നുള്ളതായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചു വരുന്നത്. അതിൽ കഥകളി എന്നുള്ളതിൽ എൻ്റെ പേര് വന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ് മനസ്സിൽ കൂടെ കടന്നുപോയത്. കഥകളി അതിന് തീർച്ചയായിട്ടും എന്നെ പ്രാപ്തയാക്കിയത് കലാനിലയം രാഘവൻ്റെയും സരസ്വതി അമ്മയുടെയും മകളായി ഇരിങ്ങാലക്കുടയിൽ ജീവിക്കാൻ കിട്ടിയിട്ടുള്ള സാഹചര്യമാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോഴും ഇരിങ്ങാലക്കുടയിലല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജയന്തി ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമാനും പ്രായോഗിക ബുദ്ധി പ്രത്യേകിച്ചും ആണ് എന്ന് ഞങ്ങൾ മക്കളെങ്കിലും സ്വയം അഹങ്കരിക്കുന്ന എൻ്റെ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങൾ 4 മക്കളാണ്, എല്ലാവരെയും കൊണ്ട് ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു എന്നതുപോലും സംഗമേശ്വര സ്വാമികളുടെ അനുഗ്രഹമാണ്. ഞാൻ ഇത്രയും ഇത് പറയുന്നത് ഇരിങ്ങാലക്കുട എന്ന സാംസ്കാരികം മാത്രമല്ല, നമ്മൾ വിഷയം സാംസ്കാരികമായതുകൊണ്ട് അത് മാത്രം ഊന്നി പറയുന്നു എന്നേ ഉള്ളൂ. സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള ഒരു നാടിൻ്റെ കഥകളി എന്നുള്ള വിഷയത്തെ മാത്രം പറയുന്നു എന്നുള്ളത് കൂടി കൊണ്ടാണ് അത് പറയുന്നത്. അധികം നീട്ടുന്നില്ല, അരമണിക്കൂറാണ്. 10:20 ഞാൻ തുടങ്ങി, അരമണിക്കൂറിൽ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിപ്പോൾ എന്താ പറയാനുള്ളേ, കഥകളി എന്നുള്ളതല്ലല്ലോ പറയണ്ടേ, കഥകളി ഇരിങ്ങാലക്കുട എന്നുള്ളതാണ് വിഷയം. ഇതിപ്പോൾ എന്താ പറയാനുള്ളേ? പക്ഷേ ധാരാളം പറയാനുണ്ട്. പക്ഷേ ഒരു നാടും അതിൻ്റെ സംസ്കാരവും എങ്ങനെയായിരിക്കണം, ഒരു നാട് എന്നുള്ളതിന് അതിൻ്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും ഒരു കല എങ്ങനെ സഹായിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും ഇരിങ്ങാലക്കുട എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ആ കലാരൂപം, അതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഈ കല അഭ്യസിപ്പിക്കുന്ന സ്ഥാപനം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്ഷേത്രം എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ പോകണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരുപക്ഷെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ KPC ഭട്ടത്തിരിപ്പാട്, അദ്ദേഹം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. എൻ്റെ വളരെ അധികമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഒരുപക്ഷെ നിവർത്തിച്ച് തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുള്ളൊരു വാക്ക്, അദ്ദേഹം പെരുവനം ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിരുന്നു. അപ്പോൾ 51 അക്ഷരാളി എന്ന് പറയുന്ന ഊരകത്തമ്മയെക്കുറിച്ചുള്ള ശ്ലോകം അഭിനയിക്കാൻ ഞാൻ ആദ്യം കണ്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനായതുകൊണ്ട് ശാസ്ത്രത്തിനെ അധികരിച്ചിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻ തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതെനിക്ക് നിവൃത്തിയില്ല, കാരണം എനിക്ക് അഭിനയിക്കണം. അങ്ങനെയാണ് ഞാൻ സാക്ഷാൽ KPC മാസ്റ്ററെ പോയി കണ്ടത്. അന്ന് മാഷ് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ഒരു കാര്യം, കുട്ടി
ഒരു അമ്പലത്തിൻ്റെ, ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയോ തകർച്ചയോ ആ സ്ഥലത്തെ ജനങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആ സ്ഥലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെയും എല്ലാം സംബന്ധിച്ചാണ് നിലകൊള്ളുന്നത് എന്ന്. അന്ന് ഞാൻ വിചാരിച്ചു, എന്തപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുമായിട്ട്, അവിടെയുള്ള ആളുകളുമായിട്ട്, വിദ്യാഭ്യാസവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കാനാണ് എന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏകദേശം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇരിങ്ങാലക്കുടയുടെ കഥകളി എന്നുള്ള പാരമ്പര്യം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നിലവാരം തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരു വലിയ മഹാക്ഷേത്രം, അതിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു കഥകളിയുടെ ഒരു കലാകേന്ദ്രം, കലാക്ഷേത്രം എന്ന് പറയണതായിരിക്കും ഒരുപക്ഷെ ശരി. പിന്നെ അതിനോട് അനുബന്ധിച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചു വന്ന, നമ്മളിപ്പോൾ എന്തിൻ്റെ പേരിലാണോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ്, പിന്നീട് ഇപ്പോൾ ധാരാളം ചെറിയ 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 സംഘടനകൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് നിന്നപ്പോഴാണ്, അല്ലെങ്കിൽ നിൽക്കുമ്പോഴാണ് ഒരു നാടിൻ്റെ സംസ്കാരം ഇത്രയേറെ ഉന്നതിയിലെത്തി നിൽക്കുന്നത്. ഇന്നും ഇരിങ്ങാലക്കുടക്കാരി ആണെന്നാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. ജന്മം കൊണ്ട് തെക്കൻ കറുകച്ചാൽ എന്നുള്ള സ്ഥലത്താണ് ജനിച്ചതെങ്കിലും ജനനം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. വളർന്നത്, പഠിച്ചത് എല്ലാം ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വികാരം എന്നുള്ള ഒരു വശം കൂടി ഇവിടെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ വളർന്നത് അമ്മനൂർ മാധവ ചാക്യാർ ആശാൻ്റെ കഥകൾ കേട്ടിട്ടാണ്. വളരെ അഭിമാനത്തോടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. അതുപോലെ കുട്ടൻ ചാക്യാർ ആശാൻ്റെ കൂത്ത് കേട്ടിട്ടാണ്. ഉഷച്ചേച്ചിയോടുള്ള സ്നേഹം അതാണ്. എന്താണ് കൂടിയാട്ടം എന്ന് കുഞ്ഞിലേ പറഞ്ഞു തന്നത് ശ്രീമതി ഉഷാ നങ്ങ്യാരാണ്. എനിക്കൊരു പത്മശ്രീ പത്മഭൂഷൺ ഉഷാ നങ്ങ്യാർ എന്നൊക്കെ പറയണം എന്നുണ്ടായിരുന്നു. അത് വേറെ വിഷയം, പിന്നീട് സംസാരിക്കാം. അത് കൂടിയാട്ടം കൂത്തിനെ കുറിച്ച് പറയുന്നവർ പറയുമെന്നുള്ളത് കൊണ്ട് കഥകളിയിലേക്ക് തിരിച്ചു വരുന്നു. ഇത് സാധിച്ചത് കൂടൽമാണിക്യം എന്ന് പറയുന്ന ഈ മഹാക്ഷേത്രത്തിലെ കൂത്ത്, കൂടിയാട്ടം എന്നുള്ള കലകളുടെ അവതരണത്തിൽ കൂടെയാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു നാടിൻ്റെ സാംസ്കാരിക പൈതൃകം, അതിനോട് ബന്ധിച്ച് നിൽക്കുന്ന ക്ഷേത്രത്തെയും വിദ്യാഭ്യാസ സ്ഥാപനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നുകൂടി ഞാൻ ഈ ഇന്നത്തെ പ്രഭാഷണത്തിൽ വളരെ ചുരുക്കത്തിൽ ഉൾപ്പെടുത്താം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു അരമണിക്കൂർ കൊണ്ടൊന്നല്ല, നമുക്കൊരു 2-3 മണിക്കൂറിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള സദസ്സ് വളരെ ശുഷ്കമാണ്. അത് എണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ വളരെ 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 മഹത്തരമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മഹത്വം കൊണ്ട് തന്നെ. പക്ഷേ ഇത് ഓൺലൈനിൽ വളരെയധികം ആളുകൾ വീക്ഷിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടി ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സംശയമില്ലാതെ പറയാം, ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം എന്നുള്ളത് തന്നെയാണ് ഈവൻ നമ്മൾ കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ പോലും മുന്നിട്ട് പറയേണ്ടത്, ആദ്യമായിട്ട് പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം. അതിനോട് അനുബന്ധിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്ന് തോന്നുന്നു, ഇന്ന് കഥകളി സ്ഥാപനമായി ലോകത്തിന് തന്നെ മാതൃക കാണിച്ചുകൊണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും തെറ്റ് പറയാനില്ല, എന്നാലും ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, മാതൃക കാണിച്ചുകൊണ്ട് പലയേറെ വിധങ്ങളിൽ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, കഥകളിയുടെ സ്ഥാപനം, പിന്നെ ഈ നമ്മൾ നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ, ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നേക്കാൾ നന്നായിട്ട് ഇരിങ്ങാലക്കുടയെക്കുറിച്ച് അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അറിയാത്തവർക്ക് വേണ്ടി ഈ 3 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയും, ഇത് 3ഉം കഥകളിയുടെ ഇരിങ്ങാലക്കുട ചരിത്രവുമായിട്ട് തീർച്ചയായും വളരെ വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി.
അതായത് എന്തുകൊണ്ട് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്നുള്ള കഥകളി സ്ഥാപനം ഇവിടെ വന്നു, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയുടെ കഥകളി ചരിത്രം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്ന് പറയുന്ന ഒരു കഥകളി സ്ഥാപനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിയുടെ ഇരിങ്ങാലക്കുട ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ ചരിത്രം പറയലാവും എന്ന് കൂടി ഞാൻ തുടക്കത്തിൽ പറയട്ടെ. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. എനിക്കിത്രയൊക്കെ വയസ്സുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ ഇതിനെന്നെ തീർച്ചയായിട്ടും പ്രാപ്തയാക്കിയത് ഞാൻ പ്രധാനമായിട്ടും രണ്ട് ആളുകളോടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത്. ഒന്ന് എൻ്റെ അച്ഛനാണ്. അച്ഛന് ഇപ്പോൾ ഒരു 89 വയസ്സായി എന്നാണ് ഒരു വിവരം. അദ്ദേഹം ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന കഥകളി ഇരിങ്ങാലക്കുടയിലെ കാര്യം പറയാൻ എനിക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ സംസാരിച്ചത് ഇരിങ്ങാലക്കുട ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ വളരെയേറെ കാലത്തെ സെക്രട്ടറി ആയിരുന്ന, നിങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന രാധാകൃഷ്ണേട്ടൻ, വെട്ടിക്കര ശ്രീ രാധാകൃഷ്ണൻ അവർ, അദ്ദേഹത്തോടും ഞാൻ സംസാരിച്ചിരുന്നു. ഏകദേശം അച്ഛൻ്റെ പ്രായമുണ്ട്. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ 2-3 കാര്യങ്ങളും കൂടിയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഇരിങ്ങാലക്കുടയിൽ കഥകളി എന്ന് പറയുന്ന ഒരു സംഗതി വന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടനാണ് അത് പറഞ്ഞു തന്നത്. ഏകദേശം ശ്രീ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിലെ 40കളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 44-45 ആ വർഷത്തിൻ്റെ സമയത്ത്, ആ വർഷക്കാലത്ത് അമ്മയുടെ കൈ പിടിച്ച് ഇരിങ്ങാലക്കുടയിൽ കഥകളി കാണാൻ പോയ ഒരു കുട്ടി രാധാകൃഷ്ണൻ ചേട്ടനെയാണ് ഓർത്തെടുത്ത് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ എന്നത് തുടങ്ങി എന്ന് അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായിട്ട് അറിയില്ല. ഈവൻ ഉണ്ണായി വാര്യരെ കുറിച്ച് പോലും അങ്ങനെയാണല്ലേ പറയുന്നത്. അദ്ദേഹം ഏത് വാര്യത്താ ജനിച്ചത്? ഉണ്ണായി വാര്യർ ഉണ്ടായത് ഏതൊരു വാര്യത്തോ, അകത്തോട്ട് വാര്യത്താവാം അല്ലെങ്കിൽ പുറത്തോട്ട് വാര്യത്താവാം. ഏത് വാര്യത്തായാലും അദ്ദേഹം വാരി അകത്താക്കിയേറെ ആടി നടന്ന ഒട്ടേറെ എന്ന് പറയുന്ന ഒരു വരികൾ കേട്ടിട്ടുണ്ട് പണ്ടെപ്പോഴും. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പോലും നമ്മൾ പറയും കുഞ്ചൻ നമ്പ്യാരാശാൻ്റെ സമകാലീനനാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പല സംസാരങ്ങളിലും പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എന്ത് തന്നെയായാലും അദ്ദേഹം ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു. നമുക്കറിയാം, മാല കെട്ടുന്ന പാട്ടുകളിൽ കൂടെയൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഒരുപക്ഷെ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഇരിങ്ങാലക്കുടയിലെ കഥകളി പാരമ്പര്യം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഉണ്ണായി വാര്യർ ഒരു മാലകെട്ടുകാരൻ വെറുതെ അല്ല എന്നുള്ളത് നളചരിതം കഥ മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. വെറുതെ ഒരു മാലകെട്ടുകാരനായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇത് ശരിയല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാൻ ഇവിടെയുള്ള എല്ലാവർക്കും, ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്യും. ഇതെൻ്റെ കൊച്ചറിവുകൾ ഞാൻ നിങ്ങളുമായിട്ട് സമ്മതിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നൊരു പക്ഷേ ഈ മാല കെട്ടുന്നതിനിടയിൽ ഈ പറയുന്ന പദ്യങ്ങളോ അദ്ദേഹത്തിൻ്റെ കഥകളിയോടുള്ള ഇഷ്ടമോ ഒക്കെ പദ്യരൂപത്തിൽ അല്ലെങ്കിൽ പാട്ടുകളുടെ രൂപത്തിൽ അവിടെ ഇരുന്ന് മൂളിപ്പാടിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പക്ഷെ അദ്ദേഹത്തിനും ഇതിനു മുമ്പ് കഥകളിയെക്കുറിച്ച് അറിയുമായിരിക്കാം. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ എന്തുകൊണ്ട് ഈ നളൻ എന്നുള്ള കഥാപാത്രത്തെ കൊണ്ടുവന്നൂടാ. എൻ്റെ മകൻ എപ്പോഴും പറയും, അമ്മ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന വളരെ പ്രണയം കൊണ്ട് പ്രണയം എങ്ങനെ പുറത്ത് അറിയിക്കണമെന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു അല്ലേ എന്ന്. ഇത് പറയുന്നത് ഇന്നത്തെ തലമുറയിലെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അത്രത്തോളം 1-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസത്തിലായാൽ പോലും ഒരു വ്യക്തി പറയണമെങ്കിൽ ഉണ്ണായി വാര്യരുടെ മഹത്വം, ആ വ്യക്തി അവിടെ ഇരുന്ന് ഈ പാട്ടുകളും ഒക്കെ പാടിയിട്ടുണ്ടാവാം, കഥകളി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അദ്ദേഹം നളചരിതം എന്ന ആട്ടക്കഥ എഴുതിയിട്ടുണ്ടാവാം. അപ്പോൾ അതിന് പരിചയമുള്ള ആരെങ്കിലും കഥകളി എന്ന ഈ വലിയ കലയെ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പറയുന്ന ഈ 40കളിൽ കഥകളി ആരംഭിച്ചിട്ടുണ്ടാവാം. എന്തായാലും 44-45 കാലഘട്ടങ്ങളിൽ വളരെയധികം മഹാരഥന്മാരായിട്ടുള്ള കഥകളി കലാകാരന്മാർ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ മുമ്പ് പറഞ്ഞ വ്യക്തികളുടെ
ഓർമ്മയിലുള്ളത്. അത് കുറിച്ചി കുഞ്ഞമ്പണിക്കർ ആശാനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നു. മാത്രമല്ല പിന്നീട് ഇങ്ങോട്ടുള്ള കുഞ്ചുകുറുപ്പാശാൻ തുടങ്ങി കൃഷ്ണനായർ ആശാൻ, ഗോപി ആശാൻ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു കഥകളി പാരമ്പര്യം ഇരിങ്ങാലക്കുടയ്ക്കുണ്ട്. അങ്ങനെ ആ പാരമ്പര്യം നീണ്ട് ഇരിങ്ങാലക്കുടയുടെ വേറൊരു സവിശേഷത, ഇവിടെ ഉണ്ടായിരുന്ന മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളെല്ലാവരും കഥകളി, കൂത്ത്, കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങളെ നെഞ്ചോടേറ്റിയവരായിരുന്നു. അതിലേറ്റവും എടുത്തു പറയപ്പെടേണ്ട ആദ്യത്തെ 3 പേരുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ മുത്തച്ഛ എന്നാ വിളിച്ചിട്ട് ഒരു ശീലമുള്ള കുറ്റിയിൽ പുതൂർ അച്യുതമേനോൻ അവറുകളുടെ, ശ്രീ പുതൂർ അച്യുതമേനോൻ, അതുപോലെ സർവാദരണീയനായിട്ടുള്ള ശ്രീ കെ തമ്പാൻ അവർകൾ, പിന്നീട് ഞങ്ങളുടെ എല്ലാം മുത്തച്ഛനായിട്ടുള്ള ശ്രീ പനമ്പള്ളി രാഘവ മേനോൻ അവർകൾ. ഈ 3 പേര് കഥകളിയെ സംബന്ധിച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇവർ ഇരിങ്ങാലക്കുടയിൽ താമസിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ശ്രീ കുടൽമാണിക്യം ക്ഷേത്രവുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് എന്നുള്ളത് കൊണ്ട് കുടൽമാണിക്യം ക്ഷേത്രത്തിലെ കഥകളി കണ്ട് അവർക്ക് കഥകളി പഠിക്കാനല്ല, ഇരിങ്ങാലക്കുടയിൽ കഥകളി എന്ന കല വളരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിലും ഈ പറയുന്ന ക്ഷേത്രത്തിലെ കളി കണ്ട് ക്ഷേത്രത്തിലെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചു ആദ്യമായി എന്നാണ് എനിക്ക് ഉള്ള അറിവ്. ഇവർ ക്ഷേത്രത്തിലെ, നമുക്കറിയാം, ശ്രീ പത്മനാഭന് അമ്പലത്തിന് രാജാവ് എന്നുള്ള പോലെ ഇരിങ്ങാലക്കുട ശ്രീ കുടൽമാണിക്യ ക്ഷേത്രത്തിന് തച്ചുടയ കൈമൾ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തി, അദ്ദേഹവുമായി ഈ 3 വ്യക്തിത്വങ്ങൾ സംസാരിച്ചു. എന്തിനെക്കുറിച്ച്? കഥകളിയെക്കുറിച്ച് സംസാരിച്ചു. കാരണം ഇവരുടെ ഉള്ളിൽ, ഞാൻ അറിഞ്ഞിടത്തോളം അഡ്വക്കേറ്റാണ് ഒരാൾ, 2 പേര്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അച്യുതമേനോനും. അവരെന്തിന് കഥകളിയെക്കുറിച്ച് ചിന്തിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ അച്ഛനോട് ചോദിച്ച ചോദ്യമാണ്. ഈ ഉള്ളിലുള്ള വികാരങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ, ഫലിപ്പിക്കാൻ കഥകളിയെ കഴിഞ്ഞ് വേറൊരു കലയില്ലെന്ന് തോന്നുന്നു. കൂടിയാട്ടമാകുമ്പോൾ കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് വേണം. അപ്പം ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കല, അത് കഥകളി അല്ലാതെ വേറൊന്നുമല്ല, അതിനെ നിലനിർത്തണം, പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കൈമളുമായിട്ട് സംസാരിക്കുകയും, ആയിക്കോട്ടെ കഥകളിയല്ലേ, അത് നടത്താം, അത് നമുക്കിവിടെ എന്താ പറയുക, എല്ലാ രീതിയിലും കഥകളിയെ പ്രോത്സാഹിപ്പിക്കാം എന്ന് പറഞ്ഞ് കുടൽമാണിക്യ സ്വാമിയുടെ തന്നെ സ്ഥലമായിട്ടുള്ള, ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിൽക്കുന്ന ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ സ്ഥലം ഈ പറയുന്ന 3 വ്യക്തികളോട് ഇവിടെ നിങ്ങൾ എന്താ അച്ഛാ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു എന്നാണ് അറിവ്. പക്ഷേ ഈ സ്ഥാപനം 1955 ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇരിങ്ങാലക്കുടയിൽ കഥകളി പഠനം ആരംഭിച്ചിരുന്നു. അത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിങ്ങാലക്കുടയിൽ, ഇപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞു, പടിഞ്ഞാറേ ഗോപുരത്തിൽ അതിനോട് ചേർന്നുള്ള ഒരു ഊട്ടുപുരയിൽ കഥകളി തുടങ്ങാം എന്ന് തീരുമാനിച്ചു ഈ പറയുന്ന വ്യക്തികൾ എല്ലാവരും കൂടി. അങ്ങനെയാണ് ഇരിങ്ങാലക്കുടയിൽ കഥകളിയുടെ നാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഉണർന്നത്. ഇനി അതിനു മുമ്പ് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞതനുസരിച്ച് നമ്മുടെ കിഴുത്താണി ചേലൂര് ഭാഗത്ത് എവിടെ നിന്നോ കഥകളി ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഒരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റുന്നവരല്ല, ആരൊക്കെയോ വന്ന ആരെയൊക്കെയോ കഥകളി പഠിപ്പിച്ചിരുന്നുവെന്നും, അത് ഈ നമ്മുടെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പലരും വന്ന് കഥകളി പഠിപ്പിച്ചിരുന്നുവെന്നും, കുട്ടികൾ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി പോയിരുന്നു എന്നൊക്കെ കഥയുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയിലെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ സാഹചര്യം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ആ നാമ്പ് മുട്ടിട്ടപ്പോൾ, മുട്ടിടുകയല്ല പുറത്തേക്ക് വന്നപ്പോൾ, നാമ്പല്ലേ മുട്ടിട്ട് തുടങ്ങിയിട്ടില്ല, അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ കഥകളി പഠിപ്പിക്കണം ഇവിടെ എന്ന് ആലോചിച്ചപ്പോൾ അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്
എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ കൂടിയായ എൻ്റെ മുത്തച്ഛന് തുല്യമാണ് അദ്ദേഹം. നമ്മുടെ വൈക്കം കരുണാകരൻ ആശാൻ അല്ലെങ്കിൽ കലാമണ്ഡലം കരുണാകരൻ ആശാൻ എന്ന് പറയുന്ന കഥകളി മഹാനടനെ ഇവിടെ കൊണ്ടുവരാം. അന്ന് അദ്ദേഹം കലാമണ്ഡലത്തിലായിരുന്നു. അവിടെ നിന്ന് ഇവർ ഇരിങ്ങാലക്കുടയിലേക്ക് കരുണാകരനാശാനെ കൊണ്ടുവരികയാണ് ഉണ്ടായത്. കരുണാകരനാശാനെ ഇവിടെ കൊണ്ടുവന്നു. ഇനി ആശാൻ മാത്രം പോരല്ലോ, കുട്ടികൾ വേണമല്ലോ. അങ്ങനെ പലരെയും അന്വേഷിച്ചു. ഒരു 10-12 കുട്ടികൾ, അതിൽ ഒന്ന് എൻ്റെ അച്ഛനുമായിരുന്നു. അച്ഛനെ ആശാൻ കലാമണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ വന്നു. അങ്ങനെ ഈ പടിഞ്ഞാറെ ഊട്ടുപുരയിൽ കഥകളി കുറച്ച് കുട്ടികളെ, ഒരു 10 കുട്ടികൾ, അതിലൊരാളെ പിന്നെ കഥകളിക്കാരനായിട്ടുള്ളൂ. ഒരു കഥകളിപ്പാട്ടുകാരനും, ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം കഥകളിപ്പാട്ടുകാരനുമായിട്ട് പിന്നീട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പോയി. എന്നാലും അങ്ങനെയാണ് കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം ഇരിങ്ങാലക്കുടയിൽ നാം പെടുത്തത് എന്ന് പറയാം. ഈ വിദ്യാഭ്യാസം ഇതിങ്ങനെ കരുണാശാൻ ഇവിടെ, അവർക്കൊക്കെ അന്ന് ധാരാളം കളി ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവിടെ വരുന്നു, ഇടയ്ക്ക് പഠിക്കുന്നു. അങ്ങനെ കഥകളിയുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ കരുണാകരൻ നായരാശാൻ ഒരു വിദേശ പര്യടനം ഒരു 5-6 മാസത്തേക്ക് വരികയാണ്. അന്ന് അവർ അടുത്ത ചിന്ത, ഇനി എന്ത് ചെയ്യും? അവിടെ എനിക്ക് തോന്നുന്നു കഥകളി പഠനത്തിന് ആ സമയമായപ്പോഴത്തേക്കും ഒരു അക്കാഡമിക് അവസ്ഥയിലേക്ക്, അത് ഒരു അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂള്, ഒരു വിദ്യാലയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുവരാനുള്ള പ്രാപ്തിയിലേക്ക് വളർന്നിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആലോചനയിലേക്ക് വളർന്നിരുന്നു എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ 55-ൽ ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ കലാനിലയത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ കൂടൽമാണിക്യസ്വാമിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സന്മനസ്, അത് ഉണ്ണായി വാര്യരുടെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുത്ത കഥകളിയുടെ ഒരു പൂർത്തീകരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൂടൽമാണിക്യസ്വാമിയുടെ അനുഗ്രഹത്തിൻ്റെ തണലിൽ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്ന് പറയുന്ന സ്ഥാപനം ഉടലെടുത്തു. 1961 ഇപ്പോൾ കാണുന്ന കെട്ടിടത്തോടുകൂടി കലാനിലയം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അതുവരെ ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം നമ്മുടെ പടിഞ്ഞാറേ ഊട്ടുപുരയിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി ചെറിയൊരു കാര്യം കൂടി, ഒരു സ്ഥാപനം, ഒരു ക്ഷേത്രം വളർന്ന് വരണമെങ്കിൽ ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ഒരു സാഹോദര്യം, സഹിഷ്ണുത ഒരു നാടിനാവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അന്നുണ്ടായത്. ഈ കുട്ടികൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഊട്ടുപുരയിൽ കിടത്താൻ അവർ കിടന്നിരുന്നത് ഊട്ടുപുരയിലാണ്, ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അന്ന് ഈ 3 മഹത് വ്യക്തികൾ, ഞാൻ എടുത്തു പറയുന്നത് തുടക്കത്തിലെയാണ്, പിന്നീട് ഞാൻ എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മുൻകൂർ പറയുകയാണ്. അപ്പോൾ ഈ 3 വ്യക്തികൾ സ്വമനസാലെ പറയുകയാണ്, ഇന്നാണെങ്കിൽ തീർച്ചയായിട്ടും അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ഒട്ടും വിഷമിക്കണ്ട, അവരുടെ ഭക്ഷണം, അവരുടെ താമസം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു കൊള്ളാം. അങ്ങനെ കുറച്ച് പേര് പുതുരച്യുതൻ മേനോൻ്റെ വീട്ടിലും, കുറച്ച് പേര് KK തമ്പാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും, എൻ്റെ അച്ഛൻ മാത്രം ഒറ്റയ്ക്ക് ശ്രീ പനമ്പള്ളി രാഘവൻ മേനോൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ആയി. ഒന്ന് ആലോചിച്ചാൽ, ഇപ്പം ആലോചിക്കുമ്പോൾ കാലത്തിൻ്റെ വ്യത്യാസമാണെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാമെങ്കിലും അത്ഭുതമാണ്. എവിടെയോ എന്ത് കാര്യം ഒരു കഥകളിക്ക് വേണ്ടി അവരുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. ഈ കുട്ടികൾ ഈ 3 വീടുകളിൽ നിന്ന് കഥകളി പഠനം ആരംഭിക്കുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തിരിച്ചു വരാം. ഒപ്പം തന്നെ പറയേണ്ടതായതുകൊണ്ട് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാര്യം കൂടി ഞാൻ പറയണു. ഈ പുതുരച്യുതൻ മേനോൻ ഈ പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തി എല്ലാ സംഘടനകളിലും ഒരു ഭാഗമായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അപ്പം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാമമേനോൻ മാഷ് അല്ലെങ്കിൽ പിള്ള മാഷ്, അതാണ് ഈ അധ്യാപകരുടെ പ്രത്യേകത. ഇന്നത്തെ അധ്യാപകരുടെ, ഞാനും ഒരു അധ്യാപികയാണെന്നുള്ളത് കൊണ്ട് പറയാം, ഇന്നത്തെ അധ്യാപകരായിരുന്നില്ല, അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു അധ്യാപകൻ ചീത്തയായാൽ സമൂഹം ചീത്തയാവും എന്നുള്ള ചിന്തയുള്ളവരായിരുന്നു.
അന്ന് കല കൊണ്ടു നടന്നിരുന്നത് ഈ പറയുന്ന നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരുന്നു. പിള്ള മാഷ്, രാമമേനോൻ മാഷ് തുടങ്ങി അങ്ങനെ പലരും. അവർ ഈ പറയുന്ന സമയത്തൊക്കെ തന്നെ അവിടെയുള്ള കുട്ടികളെ കഥകളി അഭ്യസിപ്പിച്ചിരുന്നു. ആരാണ് പഠിപ്പിച്ചതെന്ന് ഇന്നും അറിഞ്ഞൂടാ, അച്ഛനും ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഈ പറയുന്ന പോലെ യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത്, കാരണം അന്ന് കഥകളി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യുവജനോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഥകളി പഠിച്ച് മുന്നോട്ട് വന്നിരുന്നു. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന അധ്യാപകരുടെ സഹകരണത്തോടെ. ഇന്നാണെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കല അഭ്യസിപ്പിക്കുക പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല, സാധ്യമല്ല എന്ന് തന്നെ പറയും, പ്രത്യേകിച്ച് കൂടിയാട്ടം കഥകളിയാണെങ്കിലും. പക്ഷേ ഇന്നും നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിരവധി കുട്ടികൾ കൂടിയാട്ടത്തിലും കൂത്തിലുമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. കഥകളി അങ്ങനെ കണ്ടിട്ടില്ല. 1-2 കുട്ടികൾ അവർ പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷേ ഒരു സ്ഥാപനത്തോട് ബന്ധപ്പെടുത്തി അല്ല. അവർ യുവജനോത്സവങ്ങളിൽ പോവുകയും ആ മേഖലയിൽ പിന്നീട് കണ്ടിട്ടില്ല, എങ്കിലും നിലനിൽക്കുന്നുമുണ്ട്. ഇനി ഇത് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് കലാനിലയത്തിലേക്ക് വന്നാൽ ഇരിങ്ങാലക്കുടയുടെ, ഞാനതാണ് മുമ്പ് പറഞ്ഞ ഇരിങ്ങാലക്കുടയുടെ കഥകളി പാരമ്പര്യം എന്നുള്ളത് കൂടെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ ചരിത്രം ആവും. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി അല്ല, ശാസ്ത്രമാണ്. എങ്കിലും എൻ്റെ ശ്രമം ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയുകയാണ് ഇതിൻ്റെ ഇടയിൽ. ഈ കരുണാകരൻ നായർ ആശാൻ ഒരു വിദേശ പര്യടനം വന്ന് ആശാൻ ഇവിടുന്ന് പോകേണ്ട അവസ്ഥ വന്നപ്പോൾ, കാരണം പഠിപ്പിക്കുക എന്നുള്ളത് പോലെ അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിലാണ് അവതരണങ്ങൾ എന്നും അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ ആശാൻ അങ്ങനെ ഒരു 6-7 മാസം സമയമെടുത്ത് പോയി എന്നാണ് അറിഞ്ഞത്. അന്ന് പിന്നീട് ഇവിടെ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം വീണ്ടും അനാഥമായി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കലാമണ്ഡലം കരുണാകരൻ നായർ ആശാൻ എന്ന് പറയുന്നത് വടക്കൻ ചിട്ടയുടെ, കഥകളിയുടെ വടക്കൻ ചിട്ടയുടെ അന്നത്തെ പ്രധാനികളിൽ ഒരാളായിരുന്നു. അങ്ങനെ കലാനിലയത്തിലെ കുട്ടികൾ വടക്കൻ ചിട്ടയിൽ കഥകളി അഭ്യസിച്ചിട്ടുള്ളവരാണ്. ഞാനിത് പ്രത്യേകിച്ച് ഇപ്പോൾ ഓർത്ത് പറയാൻ കാരണം, പിന്നീട് ഇവിടെ വന്നിട്ടുള്ള, ഞാൻ എൻ്റെ മുമ്പ് പറഞ്ഞ പോലെ വൈകാരികത എന്ന് പറഞ്ഞത് അതാണ്. മുത്തച്ഛനായിട്ട് കരുതുന്ന, മുതുമുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം, കരുതുന്ന ശ്രീ പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാനാണ്. അദ്ദേഹത്തിനെ ഈ പറയുന്ന വ്യക്തികൾ എല്ലാവരും അദ്ദേഹത്തിനെ പോയി കാണുകയാണ് ചെയ്യുന്നത്. പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാനെ അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടോ എന്തോ കേട്ട വഴി അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ്: ആശാൻ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്ന് പറയുന്ന ഒരു കഥകളി സ്ഥാപനം ഇരിങ്ങാലക്കുടയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് കരുണാകരൻ നായരാണ് തുടങ്ങിയിട്ടുള്ളത്. അങ്ങ് വന്ന് അത് തുടർന്നു കൊണ്ടുപോകണം. അപ്പോൾ വെറുതെ ഒരു കഥകളി പഠിപ്പിക്കാൻ എന്നുള്ളത് അതിനുപരി ആ സ്ഥാപനം ഇനി ആശാൻ്റെ കീഴിൽ വളർന്ന് പടർന്ന് പന്തലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള, വിനയാന്വിതനായിട്ടുള്ള ഒരു കഥകളി നടൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്കത് സാധിക്കില്ല, കാരണം ഞാൻ ഇന്ന് തെക്കൻ ചിട്ട മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, അവിടെ വന്ന് ഇത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആശാൻ തെക്കൻ ചിട്ട ചെയ്തോളൂ. അല്ലെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ കഥകളി അരങ്ങുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാനായിരുന്നു. ആശാൻ ഉടനെ പറഞ്ഞത്, എനിക്ക് കളി ഉണ്ടാവുമ്പോൾ പോകണം. അപ്പോൾ അതും നമ്മുടെ ഈ പറയുന്ന മഹത് വ്യക്തികൾ സമ്മതിച്ചു. ആശാൻ എപ്പോൾ കളി ഉണ്ടെങ്കിലും പൊക്കോളൂ, പക്ഷേ ഇപ്പോൾ ആശാൻ വരണം. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ എന്ന് പറയുന്ന, ഞാൻ ആശാൻ്റെ കാര്യം പറയുമ്പോൾ ഇടയിൽ ഒരു കാര്യം പറയുകയാണ്. ചെറിയൊരു ഓർമ്മയുള്ളൂ, പിന്നെ കുറച്ച് ചെറിയ 1-2 വീഡിയോ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ അത് മുഴുവനും ക്ലിയറൊന്നും ആയിരുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട്, ഒരു സുന്ദരനായിട്ടുള്ള സരസനായിട്ടുള്ള ഒരു ദുര്യോധനൻ, ഇന്ന് കാണുന്ന ദുര്യോധനനല്ല. അങ്ങനെ പറയുമ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും അത് വിശദാക്കാൻ തോന്നുന്നു. ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറഞ്ഞതല്ല. സരസനായിട്ടുള്ളൊരു ദുര്യോധനൻ ഇരിങ്ങാലക്കുടയിലേക്ക് വരികയാണ്. ആ മഹത് വ്യക്തിയായിട്ടുള്ള പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ്റെ കീഴിൽ പിന്നെ എന്താ പറയുക, പിച്ച വെച്ച് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം വളർന്നു വന്നു. അന്ന് ഈ പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ വന്ന്, അപ്പം അദ്ദേഹം
പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സർവാധികാരി എന്നുള്ള രീതിയിൽ വന്നെങ്കിലും കഥകളി പഠിപ്പിച്ചിരുന്നത് എൻ്റെ അച്ഛൻ ശ്രീ കലാനിലയം രാഘവൻ അദ്ദേഹമായിരുന്നു. കാരണം കരുണാകരാശാൻ്റെ കീഴിൽ 6 വർഷം വടക്കൻ ചിട്ടയിൽ കഥകളി പഠിച്ച് ഇവിടെ ആശാനായിട്ടാണ് അച്ഛൻ്റെ കഥകളി ജീവിതം തുടങ്ങിയത്. പക്ഷേ അന്ന് നമുക്ക് പിന്നീട് രസകരമായിട്ട് കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ ഇവിടെ അദ്ദേഹം വലിയ അരുതുകളൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ വന്ന് കഥകളിക്കാരനല്ലേ, വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പ്രിൻസിപ്പലായിട്ടൊന്നും ഇരിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം പതുക്കെ കഥകളി പഠിപ്പിച്ചു തുടങ്ങുകയാണ് ചെയ്തത്. കുട്ടികൾക്ക് കഥകളി പഠിപ്പിച്ചു തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ പ്രശ്നം വന്നതും ഇവിടെയുള്ള കുട്ടികൾ, അതിപ്പോഴും പലരും സംസാരിക്കുമ്പോൾ കേൾക്കാം, അച്ഛൻ അടക്കം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ കഥകളി പഠിച്ച എല്ലാ വ്യക്തികൾക്കും ഈ വടക്കൻ തെക്കൻ ചിട്ടയുടെ ഒരു കോമ്പിനേഷൻ കാണാമെന്ന്. അത് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതൊരു സത്യമാണെന്ന് അവരുടെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാവും. അതിന് ഒരു കാരണം ഒരു പക്ഷേ അന്ന് ഞാനിതൊക്കെ ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ എടുത്തതാണ് കേട്ടോ. കാരണം ഒരു വശത്ത് ഈ അച്ഛൻ പഠിപ്പിക്കുക, അടുത്ത ഭാഗത്ത് പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാൻ്റെ പഠിപ്പിക്കലും കൂടി ആയപ്പോൾ തെക്കനും വടക്കനും കൂടി. പക്ഷേ ഇപ്പോൾ പലരും പറയുന്ന പോലെ വെടക്കാവാത്ത ഒരു കൂട്ടം കഥകളി കലാകാരന്മാർ ഇരിങ്ങാലക്കുടയുടെ സംഭാവനയാണ് എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നുക. അതായത് ആശാൻ വന്ന് തെക്കൻ ചിട്ടയിൽ കഥകളി പഠിപ്പിച്ചു തുടങ്ങി. അച്ഛനത് വടക്കൻ ചിട്ടയിൽ അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ കലാനിലയത്തിൽ ഒരു കൂട്ടം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതിൽ പ്രധാനികളായിട്ടുള്ളത് ഇന്ന് കഥകളി ലോകത്ത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം രംഗത്ത് നിൽക്കാൻ സാധിക്കാത്ത ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ശ്രീ കലാനിലയം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായിട്ടുള്ള കലാകാരൻ കഥകളി ലോകത്തേക്ക് വന്നത് ഇരിങ്ങാലക്കുടയിൽ കൂടെയാണ്. അദ്ദേഹം തെക്കനാണ്, മാങ്ങാനം സ്വദേശിയാണെങ്കിൽ പോലും കഥകളിയിൽ എന്ന് പറഞ്ഞാൽ കലാനിലയം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കഥകളി നടൻ, അദ്ദേഹം ഇവിടെ പഠിക്കാൻ വിദ്യാർത്ഥിയായിട്ട് അന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പഠിപ്പിച്ചിരുന്നത് ഈ പറയുന്ന പോലെ എൻ്റെ അച്ഛനും പറയുന്ന പള്ളിപ്പുറം ഗോപാലൻ നായർ ആശാനും ഒക്കെ കൂടിയാണ്. ഇതിനിടയ്ക്ക് വിദ്യാർത്ഥികളുടെ കാര്യം ഞാൻ പിന്നീട് ഒരുമിച്ച് വായിക്കാം. ഞാൻ പേരുകൾ അവസാനം പറയാം എന്ന് കരുതിയിട്ടാണ് ഇപ്പം പറയാത്തത്. കുറച്ചു കഴിഞ്ഞ് ഈ ബാല്യദശയിൽ നിന്ന് കലാനിലയം മുന്നോട്ട് പോയപ്പോൾ ഒരു അധ്യാപകൻ കൊണ്ട് മതിയാവാതെ വന്നു. അങ്ങനെ കഥകളി ലോകത്തെ ഗോപിയാശാനോടൊപ്പം, നമ്മുടെ കലാമണ്ഡലം ഗോപിയാശാനോടൊപ്പം കളരിയിലുണ്ടായിരുന്ന ഒട്ടും കുറവല്ലാത്ത കലാമണ്ഡലം കുട്ടനാശാൻ ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു. ഞാനതൊന്നും കൂടി അടിവരയിട്ട് പറയുകയാണ്. ചില ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും മനുഷ്യനെ എവിടെ എത്തിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹാ വിധി എന്ന് പറയുന്ന പോലെ കലാമണ്ഡലം കുട്ടനാശാൻ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ ഒരുപാട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വേഷക്കാരൻ എന്നതുപോലെ തന്നെ നല്ലൊരു അധ്യാപകൻ കൂടിയായിരുന്നു. ഇന്നും കഥകളി രംഗത്തുള്ള പല മഹത് വ്യക്തികളുടെയും കളരി അഭ്യാസത്തിൻ്റെ തികവ്, നിറവ് എന്ന് പറയുന്നത് കുട്ടനാശാൻ്റെ കളരിയായിരുന്നു എന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അദ്ദേഹം കലാനിലയത്തിൽ വന്ന് പിന്നീട് അങ്ങോട്ട് ഗോപാലകൃഷ്ണൻ ചേട്ടൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഗോപാലകൃഷ്ണൻ ആശാൻ, പിന്നെ ഒരു കുറുപ്പ്, കരുണാകരക്കുറുപ്പ് എന്ന് പറയുന്ന അദ്ദേഹം, പിന്നെ നമ്മുടെ പാട്ട് പാടുന്ന കലാനിലയം ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എനിക്കത് വളരെ അടുത്ത് കിട്ടിയ ഒരറിവാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ കഥകളി വേഷം പഠിക്കാനായിട്ടാണ് കലാനിലയത്തിൽ വന്നത് എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ്, കാരണം നല്ല സുന്ദരനാണല്ലോ, ഇപ്പോഴും അദ്ദേഹം സുന്ദരനാണ്, അപ്പം വേഷത്തിനാവാം, പക്ഷെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ പാട്ട് പാടില്ലായിരുന്നു അധികം നേരം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പതുക്കെ പാട്ടിലേക്ക് മാറി. അങ്ങനെ ഞാൻ ഈ പേരുകൾ എടുത്തു പറയുന്നത് ഇന്നുള്ളവർക്ക് കൂടുതൽ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് എത്ര പേർക്കറിയാമെന്നറിയില്ല. മുമ്പ് പറഞ്ഞ വിധി എന്നുള്ള പോലെ തന്നെ കലാനിലയം മോഹൻകുമാർ, ഞാൻ എന്നും അദ്ദേഹത്തിനെ ഓർക്കുന്നത് സ്ത്രീവേഷം ഒഴിച്ച്, താടിവേഷം ചുവന്നാടി ഒഴിച്ച് ഇത്ര ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ചില ദുര്യോധനന്മാരെ രാവണന്മാരെയൊക്കെ നഷ്ടമായി എന്ന് തോന്നുന്നത് മോഹൻ ചേട്ടൻ്റെ കത്തിവേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, അല്ലെ അതിനെ ഓർക്കുമ്പോൾ തോന്നാറുണ്ട്.
കത്തിയാണ് ഏറ്റവും ഭംഗിയായിട്ട്, കത്തിയായാലും പച്ചയായാലും അല്ലെങ്കിൽ വെള്ളത്താടി, കാട്ടാളൻ തുടങ്ങിയിട്ടുള്ള വേഷങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തെക്കനും വടക്കനും ഒരുപോലെ കൈകാര്യം ചെയ്ത് അതെവിടെയാണ് വേണ്ടത് എന്നുള്ളത് ആലോചിച്ച് കൈകാര്യം ചെയ്യാനും കഴിവുള്ള ഒരു വലിയ കലാകാരൻ കൂടി കലാനിലയം അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ ഉദയം ചെയ്യുകയായിരുന്നു. തെക്കും വടക്കും ഒരുപോലെ കഥകളി അവതരിപ്പിച്ചിരുന്ന നമ്മുടെ മോഹൻ ചേട്ടൻ, പ്രിയപ്പെട്ട മോഹൻ ചേട്ടൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, മോഹൻ ചേട്ടൻ പോലെയുള്ള കഥകളി കലാകാരന്മാർ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ ഒരു പരമ്പര തന്നെ. ഞാൻ പറഞ്ഞ കുറുപ്പേട്ടനൊക്കെ ഇപ്പോഴും കഥകളി രംഗത്തുണ്ട്. പിന്നെ ഇങ്ങോട്ട് ധാരാളം കലാകാരന്മാർ, അവരുടെ പേരും കൂടി പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇനി ആരുടെയെങ്കിലും പേര് എൻ്റെ ഓർമ്മപ്പശു കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ക്ഷമ ചോദിക്കുന്നു. ഇത് അച്ഛൻ പറയാഞ്ഞിട്ടല്ല, കാരണം പേരായതുകൊണ്ട് വിട്ടുപോകുന്നതാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, മോഹൻ ചേട്ടൻ, പിന്നെ അത് കഴിഞ്ഞ ഒരു രാജശേഖര പണിക്കർ, ഇന്നും അദ്ദേഹം കഥകളി ലോകത്തുണ്ട്. പിന്നെ നമ്മുടെ പ്രഷീജ ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രഷീജയുടെ ഹസ്ബൻഡ്. ഞാൻ പ്രഷീജ ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിനാഥൻ ചേട്ടൻ, കലാനിലയം മുകുന്ദൻ, പിന്നെ ഇങ്ങോട്ട് വിനോദ്, പിന്നെ ഇങ്ങോട്ട് കീഴ്പോട്ടുള്ള ധാരാളം കഥകളി കലാകാരന്മാരെ സംഭാവനം ചെയ്തിട്ടുള്ള ഒരു വലിയ സ്ഥാപനം ഇരിങ്ങാലക്കുടയിൽ നിലനിൽക്കുന്നു ഇപ്പോഴും. ഇനി ഇതിന് അങ്ങനെ ഇത് ഒറ്റയടിക്ക് പറഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ട് പാരലലി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അതിൽ പിന്നീടെന്നല്ല, അതിനിടയിൽ കൂടെ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ്, അവിടേക്ക് വരുമ്പോൾ അദ്ദേഹം ആ പേരിനോട് കൂടെ തന്നെയുള്ള ഡോക്ടർ KN പിഷാരടി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഏകദേശം നിർത്താമെന്ന് വിചാരിക്കുന്നു. അച്ഛൻ പറയണ കേട്ടിട്ടുള്ളത്, അദ്ദേഹം നല്ലൊരു വൈദ്യനായിരുന്നു. പക്ഷേ ആണ് എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിനെ കാണാൻ രോഗികൾ പുറത്തിരിക്കുമ്പോൾ ഇവർക്ക് നോക്കാൻ പേടിയാന്നാണ് പറഞ്ഞത്. വേറൊന്നുമല്ല, നിറച്ച ആളുകളുള്ള സ്ഥലത്ത് ഇദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തല കാണിച്ചാൽ കഥകളിക്കാരാണെന്ന് കണ്ടാൽ അവിടെ ആരിരുന്നാലും വിരോധമില്ല, അകത്തേക്ക് വിളിക്കും. അത് ഇവർക്ക് പേടി എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് കഥകളിക്കാരാണെങ്കിൽ വിളിച്ചിരുത്തി രോഗത്തിനെക്കുറിച്ചോ വൈദ്യശാസ്ത്രത്തിനെക്കുറിച്ചോ അല്ല പിന്നീട് സംസാരം. കഥകളിയിൽ കഴിഞ്ഞ ദിവസം കണ്ട ആട്ടത്തിൽ ഇങ്ങനെയല്ല അങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഡോക്ടർ KN പിഷാരടി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ഉദയം, അവിടെയാണ് അദ്ദേഹം നമ്മുടെ ഇളയത് മാഷ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ പേരുകൾ പറയാൻ തുടങ്ങിയ ധാരാളം പറയണം, നമ്മുടെ വെട്ടിക്കര രാധാകൃഷ്ണൻ ചേട്ടൻ, പിന്നെ ഇവിടെ ഇരിക്കുന്ന എന്താ പറയുക അന്നത്തെ നമ്മുടെ അനിയേട്ടൻ്റെ ചേട്ടന്മാരായിട്ടുള്ള നളിനേട്ടൻ, പിന്നെ ചന്ദ്രൻ മാഷ് തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ. ഞാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഒന്നും കൂടി പറയണു. പാരലലി ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ് എന്നുള്ളൊരു സംഘടന കൂടെ ഇവിടെ ഉണ്ടായി. അത് വളരെ 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 ഭംഗിയായി എല്ലാ വർഷവും എല്ലാ മാസവും കഥകളി പരിപാടികൾ അവതരിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി. ആ മേഖലയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇരിങ്ങാലക്കുടയും, അതായത് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയവും ഡോക്ടർ KN പിഷാരടി കഥകളി ക്ലബ്ബും ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ എന്തുണ്ടായാലും ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബിലും തിരിച്ചും സംഭവിക്കും. കാരണം അന്ന് പല സമയങ്ങളിൽ ഞാൻ നിർത്താട്ടോ, പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലൊരു വൈകാരികത, എന്നെ വഴക്ക് പറയരുത്, നിർത്തുകയാണ്. എനിക്ക് തന്ന സമയം കുറവാണെന്ന് ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ. കാരണം അരമണിക്കൂർ ഇരിങ്ങാലക്കുടയെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് പറയാൻ അരമണിക്കൂർ മതിയാവില്ല എന്നുള്ളതുകൊണ്ട് ഈ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ലോണം പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടും കൂടി നിർത്തുന്നു ഒരു 5 മിനിറ്റ്. കഥകളി ക്ലബ്ബിൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ തുടങ്ങി അല്ലെങ്കിൽ കൂടി ഉൾപ്പെടുന്ന ഒരു കഥകളി കുടുംബത്തിനെ ഇരിങ്ങാലക്കുടയിൽ സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ സംഭവിച്ചിട്ടുള്ളത് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബിൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ, എത്ര കുട്ടിയിൽ ഞാൻ ആദ്യം വേഷം കെട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗുരുദക്ഷിണ കഥകളി ഇവിടെ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചപ്പോൾ
അതിൽ കുചേലനായിട്ടാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. കുചേലനായതുകൊണ്ട് തന്നെ എന്താ പറയുക, വളരെയധികം വേഷങ്ങൾ എനിക്ക് തോന്നുന്നു കെട്ടാൻ സാധിച്ചത്. അന്ന് ആ കഥയിലെ എനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് ഓർമ്മ, കുചേലൻ്റെ വേഷം കെട്ടി കഥകളി ആരംഭിക്കൂ. അന്ന് ഒരു വ്യക്തി എന്നുള്ളതല്ല, അനവധി വ്യക്തികളെ എന്താ പറയുക വളരെ പ്രിപ്പയർ ചെയ്ത് കഥകളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബും അതിന് ഉതകുന്നതായിട്ട് നിൽക്കുന്നു. ഞാൻ ഈ പേരുകൾ വായിച്ചാൽ എന്താ പറയുക, സമയം ഒരുപാട് പോകുന്നുള്ളത് കൊണ്ട് ഒരുവിധം പേരുകൾ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ട് ഉണ്ട് എന്നുള്ള ധൈര്യമുണ്ട്. എങ്കിലും പല പേരുകളും വിട്ടുപോയിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, കാരണം സമയക്കുറവ് കൊണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്നൊരു കഥകളി ഒരു കാരണവും ഇല്ലാണ്ട് ആട്ടക്കഥയായിട്ടൊന്നും എഴുതിയിട്ടല്ല എന്നാണ് എൻ്റെ അറിവ്. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളമാഷും കരുണാകരൻ നായരാശാനും ഒക്കെ ഉൾപ്പെടുത്തി. അതാണ് എനിക്ക് തോന്നുന്നു ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാ, കഥകളിയിൽ വേണ്ട ഒരു സംഗതിയാണ് സഹിഷ്ണുത. ആ സഹിഷ്ണുതാ മനോഭാവത്തോടുകൂടി ഇവിടെ ഒരു അഡ്വക്കേറ്റ് നാണു മാഷുണ്ടായിരുന്നു. അദ്ദേഹം സംഗീതം കൊടുത്ത് ഈ രമണൻ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുടയിൽ അവതരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നത് അച്ഛൻ്റെ ഓർമ്മയാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതും കൂടി ഇവിടെ പറയുകയാണ്. ഇനിയുള്ള പേരുകൾ എനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുടയും കൂടൽമാണിക്യം ക്ഷേത്രവും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയവും നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ക്ഷേത്രവും കലാക്ഷേത്രവും കൂടി ഇരിങ്ങാലക്കുടയ്ക്ക് സംഭാവന ചെയ്തത് വലിയൊരു കഥകളി സംസ്കാരമാണ്. ഇന്നും ഈ പറയുന്ന കഥകളി രംഗത്തുള്ള പല വ്യക്തികളും തെക്ക് വടക്ക് അവരുടെ പ്രവൃത്തി എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അത് പ്യോളി വടക്കനാണോ എന്ന് ചോദിച്ചാൽ അല്ല, പ്യോളി തെക്കനുമല്ല, തെക്കും വടക്കും കൂടി ഒരുമിച്ച് സുന്ദരമായിട്ടുള്ളൊരു കഥകളി പാരമ്പര്യം. ഞാനിത് പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ മാത്രം ചിന്തയായിട്ട് മനസ്സിലാക്കി ക്ഷമിക്കുന്നവർ ക്ഷമിക്കുക എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ ഒരു പാരമ്പര്യം ഇരിങ്ങാലക്കുടയിൽ കൂടെ ലോകത്തിന് സംഭാവന ചെയ്ത ഇരിങ്ങാലക്കുടയിലെ കഥകളി സംസ്കാരത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഇന്ന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് എൻ്റെ തന്നെ വീടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. തന്ന ഈ അവസരത്തിന് ഹൃദയം നിറഞ്ഞ സന്തോഷം. 2025 ശ്രീമതി ഉഷാ നങ്ങ്യാരുടെ ദമയന്തി കണ്ട് തുടങ്ങാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബാണ് തന്നത്, നൽകിയത്. അതുപോലെ അത് കഴിഞ്ഞപ്പോൾ ഇരിഞ്ഞാലക്കുടയെക്കുറിച്ച് കഥകളിയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു വേദി, അതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഒരു ക്ഷമാപണം. നിരവധി അനവധി പേരുകൾ ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നൽ, ഇത് എവിടെയെങ്കിലും എഴുതി ഞാൻ പ്രസിദ്ധീകരിക്കും. കാരണം എൻ്റെ ഒരു പഠനം വൃഥാവിലായി പോകരുതല്ലോ എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട്. ഒരിക്കൽ കൂടെ അനിയേട്ടൻ എന്നെ ദേഷ്യപ്പെടരുത് കേട്ടോ, കുറച്ച് സമയം ഞാൻ എടുത്തിട്ടുണ്ട് രമേശ് ഏട്ടനോടും അനിയേട്ടനോടും. പിന്നെ അത് അടുത്ത പ്രഭാഷണങ്ങൾക്കായിട്ട് എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. നമ്മുടെ പീശപ്പള്ളി രാജേട്ടനെ കണ്ടപ്പോൾ, ഞാൻ ഇപ്പോഴാണ് കണ്ടേട്ടോ, കണ്ടപ്പോൾ ഈ അധികം സമയം എടുക്കുന്നതിലൊരു കാര്യം, പീശപ്പള്ളി രാജേട്ടൻ വളരെ കൃത്യനായിട്ട് 20 മിനിറ്റ് കൊടുത്താൽ 19 മിനിറ്റിൽ നിർത്തുന്ന ഒരാളാണ്. ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു വരട്ടെ, അങ്ങനെയൊക്കെ ആവട്ടെ എന്നും കൂടി പറയുന്നു. ഒരിക്കൽ കൂടെ ആരോഗ്യവും മനസ്സും അതിലുപരി കഥകളി പോലുള്ള കലയെ ആസ്വദിക്കാനുമുള്ള നല്ല ഹൃദയം ഞങ്ങൾക്ക് തന്ന ശ്രീ കുടൽമാണിക്യ സ്വാമിയോടും, അതിനേക്കാൾ ഉപരി ഞങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടത്താതെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുവന്ന് ഇവിടെ വളർത്തി വലുതാക്കാൻ എൻ്റെ അച്ഛനും അമ്മയും കാണിച്ച സന്മനസ്സിനും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും. ഒപ്പം ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബിലെ എല്ലാ വ്യക്തികളോടും പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. 1-2 മിസ്സിങ്സ് വിട്ടുപോയത് പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ജയന്തി അതിലേക്ക് എത്തുന്ന ഞാൻ വിചാരിച്ചു. കുഴുത്താനി വരി എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നെടുമ്പള്ളി ഒരു കഥകളി യോഗം ഉണ്ടായിരുന്നു. നെടുമ്പള്ളി ഈ ഇവിടുത്തെ തന്ത്രിയാണ്, അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവരാണ്. ആ ഒരു കുടുംബത്ത് കഥകളി യോഗം ഉണ്ടായിരുന്നു. അത് അന്ന് പണ്ടത്തെ കവളപ്പാറ
ഒരു ഇവരടക്കം ആരാണ് വെങ്കടകൃഷ്ണവാര്യരടക്കം വന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഒരു ചരിത്രം ഇടുന്നുണ്ട്. അപ്പോൾ കിഴുത്താനിയിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു നെടുമ്പള്ളി പറയുന്നത് അതാണ് എൻ്റെ അറിവിലുള്ള ഒരു മിസ്സിങ്. പിന്നെ വിട്ടുപോയ വളരെ വിഷമത്തോടു കൂടി പറയാം, ചന്ദ്രേട്ടനെ വിടരുതായിരുന്നു. അതായത് KV ചന്ദ്രൻ എന്ന് പറയുന്ന ഇരിങ്ങാലക്കുടയിലെ ഈ കലാനിലയത്തിലെ സ്ഥാപിക്കുമ്പോൾ ആദ്യത്തെ കല്ല് വരെ അവിടെ വെച്ച മനുഷ്യനാണ്. കലാനിലയം ആയാലും കഥകളി ക്ലബ്ബായാലും KVC ഇല്ലാതെ പൂർണ്ണാവില്ല. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ഉണ്ട്, അത് നിവൃത്തിയില്ല. ചിലത് വിട്ടുപോയത് ഇത് പക്ഷേ വിടാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു സൂചനയും കൂടിയും പറഞ്ഞുകൊണ്ട് മഞ്ജുഷയ്ക്കപ്പെട്ട റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വേണുവിനും എന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. വേണുവിനെ ക്ഷണിക്കുന്നു. വേണുവിനെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ കഥകളി ചരിത്രം പറയുമ്പോൾ വേണുവിൻ്റെ പേര് വീണ്ടും വരും. 40 ആട്ടക്കഥ എഴുതിയ ആളാണ് വേണു. ഇരിങ്ങാലക്കുടയിലെ നമ്മൾ കഥകളി ക്ലബിൻ്റെ ഇതിൽ തന്നെ കലാമണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വേണു പ്ലീസ്. എൻ്റെ പേരല്ല പ്രശ്നം. കുറേ പാർഡനബിൾ ആയിട്ടുള്ള കുറേ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, അതൊക്കെ ക്ഷമിച്ചു. 2 പേരുടെ പേര് വിട്ടുപോയി, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ 2 പേരും കലാനിലയത്തിൻ്റെ നെടും തൂണുകൾ തന്നെയാണ്. ഇപ്പോഴും നെടും തൂണാണെന്ന് പറയുമ്പോൾ ഒരാൾ സദനം അക്കാഡമിയിൽ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ശ്രീ കലാനിലയം ബാലകൃഷ്ണൻ്റെ പേര് വിട്ടുപോയത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ്. അതുപോലെ തന്നെ ശ്രീ കലാനിലയം ഗോപിയുടെ പേര് പറഞ്ഞില്ല, അതും അക്ഷന്തവ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ജയന്തിയുടെ ഗുരുനാഥൻ കൂടിയാണ്. അത് ബോധപൂർവം പറയാഞ്ഞല്ല, മറന്നുപോയതാന്ന് മനസ്സിലായി. ഈ 2 മിസ്സിങ്സ്. അനിയേട്ടൻ കിഴുത്താനിയിൽ എത്തിയവിടെ നിന്നു. ചിത്രന് വിഷമാവരുത്, അതുകൊണ്ട് പറയാണ്. കിഴുത്താനിയിൽ ഒരു കഥകളി നടനുണ്ടായിരുന്നു, കിഴുത്താനി ഗോവിന്ദപ്പണിക്കർ. അദ്ദേഹത്തെ നെടുമ്പള്ളി ഇല്ലക്കാർ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നും തുടർന്ന് അദ്ദേഹത്തിന് നല്ല അരങ്ങുകൾ ലഭിച്ചു എന്നും KPS മേൻ്റെ കഥകളി രംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ കിട്ടുമ്പോൾ അത് 1.5 മണിക്കൂറാക്കി മാറ്റുന്ന സമയത്ത് ഇതുകൂടി ഉൾപ്പെടുത്തണം. പിന്നെ കഥകളി അതിനെക്കുറിച്ച് പറയുമ്പോൾ, കൂടമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇരിങ്ങാലക്കുടക്കാരൻ്റെ ശരാശരി കഥകളി ആസ്വാദനം എന്ന് പറയുന്നത് പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകം കലാനിലയത്തിൻ്റെ കുത്തകയായിരുന്ന 3 പതിറ്റാണ്ട് എനിക്കറിയാം. 36 വർഷം ശ്രീരാമൻ കെട്ടിയ ഒരാളും 40ഓളം വർഷം ഭരതൻ കെട്ടിയ ഒരാളും ഇരിങ്ങാലക്കുടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ആ കാര്യം കൂടി ശ്രീരാം പട്ടാഭിഷേകം കഥകളിയെക്കുറിച്ച് കൂടി ജയന്തി അടുത്ത പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ തീർച്ചയായിട്ടും അനിയേട്ടൻ പറഞ്ഞത്, വേണുചേട്ടൻ പറഞ്ഞതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. കാരണം എന്നെ തിരുത്താനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു തിരുത്തലുമായിരുന്നു. പക്ഷേ എനിക്കൊരു സമയധികം എടുക്കില്ല, ഈ പേരുകളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടിയും തന്നെ. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അച്ഛനോട് സംസാരിച്ചപ്പോൾ ഈ നെടുമ്പള്ളി അല്ലേ അനിയേട്ടാ, അത് ഇല്ലായിരുന്നു. അത് അച്ഛൻ്റെ ഓർമ്മ പെശക് അല്ലെങ്കിൽ ഓർമ്മക്കുറവായിരിക്കാം. അതൊഴിച്ച് ഇപ്പോൾ വേണുചേട്ടൻ പറഞ്ഞ, പിന്നെ ഗോപിച്ചേട്ടനെ മറന്നത് തന്നെയാണ്. അത് മറക്കാം, 2 ബന്ധമായതുകൊണ്ടായിരിക്കാം. ഒന്ന് ഗുരുനാഥനും എൻ്റെ ചേച്ചിയുടെ സഹോദരനും കൂടി ആയതുകൊണ്ട്. പിന്നെ പറഞ്ഞ അത് എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കും. ചേച്ചിയുടെ ഭർത്താവ്, അത് തന്നെ ക്ഷമിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു ഏതെങ്കിലും ഒരു ലേഖനത്തിൻ്റെ താള് കിട്ടുമോ എന്നറിയില്ല. കാരണം ആരുടെയും
അടുത്ത് പോയിട്ട് അപേക്ഷിച്ചിട്ട് ശീലമില്ലാത്തതുകൊണ്ടേ. എന്നാലും തീർച്ചയായിട്ടും വേണിച്ചേട്ടനെ അനിയേട്ടനെയും പോലെയുള്ളവരെ കണ്ടിട്ട് ഈ പേരുകളൊക്കെ ഇതിലുണ്ടെന്നൊന്നും കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിലുള്ള പേര് കൃഷ്ണൻകുട്ടി ആശാനെയും മറന്നതല്ല. ഈ പേരുകൾ വായിച്ച സമയം കൃഷ്ണൻകുട്ടി ആശാനും കോട്ടക്കൽ ശിവരാമനും അടക്കമുള്ളവർ കലാനിലയത്തിലെ, കാരണം എപ്പോഴും ഗോപാലകൃഷ്ണ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മറ്റേ ആശാൻ്റെ അവാർഡ് കിട്ടുന്ന ഒരു സംസാരത്തിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു കോട്ടക്കൽ ശിവരാമൻ്റെ ശിഷ്യനാണ് ഗോപാലകൃഷ്ണൻ എന്നുള്ളത്. അല്ല, കോട്ടക്കൽ ശിവരാമൻ്റെ ശിഷ്യനല്ല, പക്ഷേ അരങ്ങുകൾ കൂടി ശിഷ്യരാവുന്ന കഥകളി നടന്മാരുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണമാണ് കലാനിലയം ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ ദമയന്തിയോടൊപ്പം കേശിനി എനിക്ക് കെട്ടണമെന്ന് വാശി പിടിച്ച ഒരു വലിയ കലാകാരനാണ് കോട്ടക്കൽ ശിവരാമൻ. അതും കൂടി ഞാൻ ഇവിടെ ആശാൻ എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. കാരണം ഗോപാലകൃഷ്ണൻ വളരെ വിഷമിച്ച് പറഞ്ഞതാണ് എൻ്റെ ദമയന്തിയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ കോട്ടക്കൽ ശിവരാമൻ പറഞ്ഞൊരു വാചകം, അല്ല എനിക്ക് കേശിനിയിൽ ഇനിയും കുറച്ചും കൂടി കാണിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കേശിനി കെട്ടണം എന്ന് പറഞ്ഞത്. അതെ, നിർത്തി. അപ്പോൾ ഒന്നും കൂടി തെറ്റുകൾക്ക് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയന്തിയെ സുവർണ മുദ്രണം നൽകി ആദരിക്കുന്നതിന് പീശുപള്ളി രാജീവനുഷ്ഠൻ.